ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എപ്പോഴും ഇഡ്ഡലിക്കും ദോശയ്ക്കെല്ലാം സാമ്പാറും തേങ്ങാ ചമ്മന്തിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് തേങ്ങയും വലിയ ഉള്ളി, തക്കാളി ഇത് മൂന്നും ഉപയോഗിച്ച് ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അവസാനം വരയ്ക്ക് കാണണേ. മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനത് നല്ല ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ ഉള്ളിയാണേ. അപ്പം നല്ല പൊടിയാണ്, നമുക്ക് ആ റോസ് സ്മെല്ല് പോകുന്ന വരിക്കുന്ന വഴറ്റിയെടുക്കണം. നോക്കൂ, ഇതാ ഇതുപോലെ ഇതെല്ലാം പോലെ വഴണ്ടതിന് ശേഷം ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ ഒരു തക്കാളി എടുത്തുള്ളൂ കേട്ടോ. ഇതും അത്യാവശ്യം ഒരു വലിപ്പമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പുളിയുള്ള തക്കാളി ഇടുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഫോറൻ തക്കാളി, നാട്ടി തക്കാളി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ നാട്ടി തക്കാളിയാണ് പുളി ഉണ്ടാവുക. ഇനി നമ്മൾ എരിവിന് ആവശ്യമുള്ള വറമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ 2 വറമുളക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര എരിവിന് ആവശ്യമുള്ളൂ അത് ഇടാം. ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പും ഞാൻ ഇതിൽ തന്നെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ പൊരികടല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നോക്കൂ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ചൂടാറിയതിന് ശേഷം മാത്രം അതിലിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നോക്കൂ, ചമ്മന്തി കാണാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടില്ലേ. ഇത് നല്ല ചൂട് ദോശ ഇഡ്ഡലിയുടെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ അതിൽ വറവിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക്, കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ്, വറമുളക്, കറിവേപ്പില, അത്രമാത്രം തന്നെ. ഇനി ഇത് നമ്മുടെ ഈ ചൂട് ദോശയുടെ കൂടെ സെർവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. ഇത് വെറൈറ്റി ആണെന്ന് വിചാരിക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.